ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, സൈഡ് വേസ് ട്രാപ്പ് കാണിച്ചിട്ടുള്ള മാർക്കറ്റ് ആയിരുന്നില്ലേ ഇന്ന്. ഇപ്പം ആക്ച്വലി ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായി, ബട്ട് എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. സ്ക്രീൻ മാത്രമാണ് റെക്കോർഡ് ചെയ്തത്. സോ കുറച്ച് കഥകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചു. അപ്പം എന്തായാലും നമുക്ക് റീഷൂട്ട് ചെയ്യാം. സോ പറഞ്ഞു വന്ന കേസ്, ഇന്ന് പ്രോപ്പറായിട്ട് നമുക്കൊരു ട്രാപ്പിംഗ് മാർക്കറ്റ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇന്ന് രാവിലെ തന്നെ ഞാൻ വാൺ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സിനാരിയോ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത്. മുകളിലേക്കുള്ള ലെവൽസിനെ ഞാൻ പറഞ്ഞിട്ട് പോലുമില്ല. ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുകളിലേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം 30% ക്വാർട്ടറിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുള്ളൂ എന്നുള്ളത്. ഇന്ന് ക്ലിയർ ആയിട്ട് മുകളിലേക്കുള്ള ലെവൽസിനെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് പോലുമില്ല. ആൻഡ് ഇവൻ ദോ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ലെവലിൽ ചെറിയ ട്രേഡോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ലെവലിലാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന ലെവലിലാണെന്നുണ്ടെങ്കിൽ പോലും ചെറിയ ട്രേഡുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് അതിനെ ഫോക്കസ് ചെയ്യേണ്ടതേ. മാർക്കറ്റിൽ ഓൾറെഡി ഒരു ഡൗൺ മൂവ് ഉണ്ടാകുമ്പോൾ നമ്മൾ താഴത്തേക്കുള്ള ട്രേഡിനെ ഫോക്കസ് ചെയ്താൽ മതില്ല. നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ട്രേഡാണല്ലോ അത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അത്ര അഗ്രസീവായിട്ട് മുകളിലേക്കുള്ള ട്രേഡിനെ ഇന്ന് നോക്കിയിട്ടില്ല, നോക്കണ്ട എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടുള്ളത്. ആൻഡ് താഴത്തേക്കുള്ള ലെവൽസ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ലെവലിനെ ബ്രേക്ക് ആകുമ്പോൾ തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ബിഗ് എസ് എൽ ആണ് എന്നുള്ള വാർണിംഗ് നിങ്ങൾക്ക് അടുത്ത് തരുന്നുണ്ട്. സോ ബിഗ് എസ് എൽ ആണ്, അല്ലെങ്കിൽ ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന എനിക്കിത് ബിഗ് എസ് എൽ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കും അത് ബിഗ് എസ് എൽ ആയിരിക്കണം. ആ ട്രേഡിനെ നിങ്ങൾ സ്കിപ്പ് ചെയ്തേ മതിയാവുള്ളൂ. സിമ്പിളായിട്ട് അത്ര മാത്രമേ ഉള്ളൂ. എല്ലാ ബോളിലും സിക്സർ അടിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കരക്കിയിരിക്കും. ഒരൊറ്റ മാച്ചിൽ പോലും നമുക്ക് പത്തിൻ്റെ മുകളിലേക്ക് റണ്ണ് കൊണ്ടുപോകാൻ കഴിയില്ല. സോ ഡിഫെൻസീവായിട്ട് മാത്രം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. മാർക്കറ്റ് വൺസ് ഒരു സെല്ലിംഗ് മോഡിലേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ പിന്നെ ബയേഴ്സ് അത്ര അഗ്രസീവായിട്ട് പാർട്ടിസിപ്പേഷൻ എടുക്കൂലെന്നേ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഓപ്ഷൻ ബയേഴ്സാണ്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. സെൻസെക്സിൻ്റെ എക്സ്പയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസെക്സിന് വാല്യൂ 70,000 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ കോപ്പോ കുറച്ചൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം എന്താണ്, നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് അനുസരിച്ച് മാത്രമാണ് സെൻസെക്സിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. സോ നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സെൻസെക്സിൽ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ പ്രയാസമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണെന്നുണ്ടെങ്കിൽ സെൻസെക്സിനെ എക്സ്പയറി ഡേയിൽ കൊല്ലാനായിട്ട് അവരെന്ത് ചെയ്യും, നിഫ്റ്റിനെ ഒരു റേഞ്ചിലേക്ക് ഹോൾഡ് ചെയ്ത് കളിക്കും. സോ അത് തന്നെയാണ് ഇന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഓഫ് കോഴ്സ് സെൻസെക്സിൻ്റെ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മൂവ്മെൻറ്റുകളോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ബട്ട് അതൊന്നും ഒരു ക്യാച്ചബിൾ മൂവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ മീ അതൊരു ഭയങ്കര ക്യാച്ചബിൾ ആയിട്ടുള്ള മൂവ് അല്ല എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് നമ്മൾ ഡിഫെൻസീവ് ആവേണ്ട സ്ഥലത്ത് നമ്മൾ ഡിഫെൻസീവ് ആയേ മതിയാവുള്ളൂ. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. മാർക്കറ്റ് എല്ലാ ദിവസവും ട്രെൻഡിങ്ങിന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള ഒരു സംഗതിയല്ല. മാർക്കറ്റിൽ നല്ല ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റിൽ എഗെയിൻ അടുത്ത ഫോൾ ഉണ്ടാവുക. അതുമാത്രം ഭയങ്കരമായിട്ടുള്ള പാനിക്നെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് താഴത്തേക്കുള്ള ഷാർപ്പായിട്ടുള്ള മൂവുകൾ നമുക്ക് കാണാൻ പറ്റും. ബട്ട് അത്ര ഭയങ്കരമായിട്ടുള്ള നെഗറ്റിവിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. കൊറോണയുടെ മ്യൂട്ടേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ബട്ട് അതൊന്നും ഒരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് എങ്ങനെയല്ല. അതിൻ്റെ ഒരു പാനിക്നെസ് മാർക്കറ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. ഈ മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ട് അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. റിയൽ മാർക്കറ്റിൽ നമ്മൾ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്നലെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ നമ്മൾ താഴത്തേക്കുള്ള ലെവൽസ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇന്ന് നേരം വെളുക്കുമ്പം ആ കണ്ടീഷനിൽ മാർക്കറ്റ് ഓപ്പൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ റദ്ദ് ചെയ്യപ്പെടുകയാണ്. പിന്നെ ലൈവ് മാർക്കറ്റിൽ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. കാരണം മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ് ചേഞ്ച് ആയില്ല. ഓപ്പൺ ആകുമ്പോൾ തന്നെ മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ് ചേഞ്ച് ആയി. ഇന്നലെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് തന്നു. ആൻഡ് അതിനൊരു ഫോളോ ത്രൂ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി കളിയുടെ രസം അവിടെ പോയി. പിന്നെ അഗ്രസീവ് ആവാണ്ടിരിക്കുക എന്നുള്ളത്, അതാണ് ഫസ്റ്റ് മെസ്സേജ് ഇറ്റ്സെൽഫ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനൊന്ന് അഗ്രസീവ് അല്ല മാർക്കറ്റിൽ എന്നുള്ളത്. കാരണം മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് മുകളിലേക്കാണ് പോകാൻ ശ്രമിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്യാൻഡിലോ മുകളിലേക്ക് പോയി സസ്റ്റെയിൻ ചെയ്യുകയാണ്. അതോടുകൂടി താഴത്തേക്കുള്ള മൂഡ് തന്നെ പോയില്ലേ. പിന്നെ ലെവൽസ് പറഞ്ഞാൽ തന്നെ അതിൽ നമ്മൾ അത്രയും എന്താ പറയുക, ശ്രദ്ധിച്ച് മാത്രമേ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അവിടെ നമുക്ക് എസ് എൽ വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് സ്കിപ്പ് ചെയ്യേണ്ടി വരും. അത് തന്നെയാണ് ഇന്നും ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ട്രേഡും ഉണ്ടായിട്ടില്ല. ചുമ്മാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നെ സംബന്ധിച്ച് മാർക്കറ്റിൽ ചുമ്മാതിരിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്നത്. കാരണം 90%, അതായത് സെബിയുടെ കണക്കനുസരിച്ച് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ 90% അല്ലെങ്കിൽ 88% ആളുകൾക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യവും ഈ ചുമ്മാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിന് പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ട്രേഡുകൾ ലോസ് ഉണ്ടാക്കുന്നത് ആളുകൾ. ഈ ലോസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കൈവറ മാത്രമാണ്. നമ്മുടെ സെറ്റപ്പ് അല്ലാത്ത ദിവസം മാറി നിൽക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക. അതിനാണ് സൈക്കോളജി എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റൊക്കെ സെക്കൻഡറി ആണ്. ഞാനിതൊക്കെ ഒരുപാട് കൊട്ടുകൊണ്ട് പഠിച്ചിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. ചുമ്മാതിരിക്കുക, അടങ്ങിയിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പ്രോഫിറ്റൊക്കെ വരുന്ന ദിവസങ്ങളിൽ വരും. നല്ല ട്രേഡിംഗ് കേസ് ഇനിയും നമുക്ക് കിട്ടും. ഇന്നലത്തെ പോലെ ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഇനിയും കിട്ടുന്നേ, അന്ന് നമുക്ക് ട്രേഡ് എടുക്കാമല്ലോ. അപ്പം
ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ മാർക്കറ്റ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇപ്പം നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇന്നിപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 50,000 450 ആ ഒരു റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റിൽ എന്ത് വന്നിട്ടുള്ളത്, ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു സെല്ലിങ്ങെങ്കിലും വന്നിട്ടുള്ളത്. അതായത് 50,500 എന്നുള്ള ലെവൽ വളരെ സെക്യൂർ ആയി, അതൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്തു. ആൻഡ് ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ മാർക്കറ്റ് 49,800 ആ ഒരു റേഞ്ചിലാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. സോ ആ ഒരു റേഞ്ചും അവിടെ ബേസ് ആയിട്ട് ആക്ട് ചെയ്തു. ഏകദേശം ഒരു 700 പോയിന്റ്സിൻ്റെ റേഞ്ച് അവിടെ ഉണ്ട്. നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ എക്സ്പയറിയാണ് നിഫ്റ്റിയുടെ, അത് ഓർമ്മയുണ്ടാവണം. സോ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വോളറ്റൈൽ ഏരിയ ആയിട്ട് അത് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ട്രേഡുകളെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. ആൻഡ് അതേപോലെ തന്നെയാണ് നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം സപ്പോർട്ട് എടുത്തിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ 23,550 ആ ഒരു റേഞ്ചിലൊക്കെയാണ്. ആൻഡ് ഇന്ന് വന്നിട്ട് മാർക്കറ്റ് എന്തായിട്ടുണ്ട് 23,800 എന്നുള്ള ലെവലിൽ നിന്ന് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. സോ അവിടെയും ചെറിയൊരു റേഞ്ച് അവിടെ ഉണ്ട്. ഓൾറെഡി ട്രെൻഡിങ് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്, ലൈക്ക് മിഞ്ഞാന്ന് ഇന്നലെ പ്രോപ്പറായിട്ട് ഒരു ട്രെൻഡിങ് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. സോ അതുകൊണ്ട് തന്നെ എക്സ്പയറി ആവുന്നത് വരെ ഒരു റേഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നല്ലത്. നമ്മൾ അടങ്ങിയിരുന്നാൽ മതി. നാളെയും കൂടി റേഞ്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റന്നാൾ പ്രീമിയം അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല മൂവ് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്രീമിയം ചെറുതാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു സൈഡ് വേസിൻ്റെ കാര്യം വരുന്നുള്ളൂ. സോ 2 ദിവസം റേഞ്ച് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആക്കി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ട്രേഡ് നമുക്ക് വരും. സോ ഇന്ന് ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തതുപോലെ നമ്മുടെ കയ്യിലുള്ള കാശും വെച്ചിട്ട് മിണ്ടായിരിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി വരും. സോ ഇന്ന് ആ ഒരു അപ്ഡേറ്റ് കണ്ടതിന് ശേഷം കയ്യിലുള്ള കാശും വെച്ചിട്ട് ചുമ്മാ ഇരുന്നാൽ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി വരും എന്നുള്ള അപ്ഡേറ്റ് കണ്ടതിന് ശേഷം ആരൊക്കെ അടങ്ങിയിരുന്നു എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ചാർട്ടിലേക്ക് പോവാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അത് ഓൾറെഡി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്, എൻ്റെ ഫേസ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. നിഫ്റ്റി 50യുടെ ചാർട്ടിൽ നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നാളത്തേക്കുള്ള ലെവൽസ് ഞാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു ലെവലിനെ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. അതായത് 23,770 എന്നുള്ള ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഓൺ ദ അപ്പർ സൈഡ്, ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 23,675 എന്നുള്ള റേഞ്ചിലാണ്. സോ ഈ രണ്ട് റേഞ്ചിലായിരിക്കും ഞാൻ ഇനീഷ്യലി വാച്ച് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ടാർഗറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ടാർഗറ്റുകൾ തന്നെയായിരിക്കും ഉണ്ടാവുക. സോ ഫസ്റ്റ് ടാർഗറ്റ് ഓൺ ദ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 23,565 എന്നുള്ള ലെവലിനെയാണ് ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. 23,565. ഓൺ ദ അപ്പർ സൈഡ് ഈ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 850 എന്നുള്ള ലെവൽ വരെയുള്ള ടാർഗറ്റിനെയാണ് ഞാൻ ഇനീഷ്യലി ഞാൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫോർദർ അപ്പർ സൈഡിലേക്കുള്ള മൊമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് 850യുടെ ഒക്കെ മുകളിൽ 15 മിനിറ്റിൻ്റെ 2 ക്യാൻഡിലൊക്കെ പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എഗെയിൻ 950 ആ റേഞ്ചിലേക്കുള്ള മൂവൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു ലെവലിനെയാണ് ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് മാർക്കറ്റിൽ വാച്ച് ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ ഇവിടുന്ന് താഴത്തേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇനീഷ്യലിയുള്ള മൊമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി, പോട്ടേന്നേ. മാർക്കറ്റ് നാളെ ഉണ്ടല്ലോ, മറ്റന്നാത്തോടുകൂടി മാർക്കറ്റ് അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ. സോ ഇതായിരിക്കും എൻ്റെ ട്രേഡ് പ്ലാനുകൾ ഇനീഷ്യലി ഉണ്ടാവുക. ആൻഡ് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിട്ട് മാർക്കറ്റ് നേരെ തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ടച്ച് ചെയ്യില്ല. കാരണം മാർക്കറ്റ് ഒരു എഗെയിൻ ഈ ഒരു റേഞ്ചിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും കൂടി പ്രീമിയം തിന്നുക എന്നുള്ള പരിപാടി ആയിരിക്കും ഉണ്ടാവുക. കാരണം മറ്റന്നാൾ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ്. ആൻഡ് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് എഗെയിൻ താഴത്തേക്കുള്ള മൊമെൻറ്റം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ സെയിം സ്റ്റോറി തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓവർ അഗ്രസീവായിട്ട് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യില്ല. അതിന് പകരം ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിട്ട് എഗെയിൻ ഒരു പ്രൈസ് ആക്ഷൻ കാണിച്ചിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണ്, അതായത് 23,550 എന്നുള്ള ലെവലിൽ അല്ലെങ്കിൽ 560 എന്നുള്ള ലെവലിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്കുള്ള ഒരു മൊമെൻറ്റം കാണാൻ പറ്റും. ആൻഡ് അറ്റ് ദ സെയിം ടൈം മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് ഒരു എൻ പാറ്റേൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റും. ആൻഡ് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആൻഡ് അഗെയിൻ വെൻ കംസ് ടു നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ കട്ടായിട്ട് നമുക്ക് റെസ്പോൺസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 50,400 എന്നുള്ള പോയിന്റാണ്. ഓൺ ദ ലോവർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 50,150 എന്നുള്ള പോയിന്റ് കൂടിയാണ്. ആൻഡ് 180 എന്നുള്ള പോയിന്റ് കൂടിയാണ്. സോ അതിൻ്റെ താഴെയായിട്ട് ടാർഗറ്റുകളായിട്ട് ഞാൻ പ്ലേസ് ചെയ്യാൻ പോകുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഈ ഒരു ലെവൽസിനൊക്കെയാണ്. ഫസ്റ്റ് ടാർഗറ്റായിട്ട് അപ്പർ സൈഡിൽ ഞാൻ എടുക്കാൻ പോകുന്ന പോയിന്റ് 50,600 എന്നുള്ള പോയിന്റാണ്. 50,600 മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഫോർദർ അപ്പർ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവുള്ളൂ. ആൻഡ് അഗെയിൻ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലെവലും കൂടെ നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഈ 950 എന്നുള്ള ലെവലിനും കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഈ ഒരു 150യുടെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 950 എന്നുള്ള ലെവൽ വരെയൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 800 വരെയുള്ള ഒരു ടാർഗറ്റ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് 800 പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് ബ്രേക്ക് ചെയ്ത്
സസ്റ്റെയിൻ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രം ഫോർ ദ ഡൗൺ മൂവ്. ആൻഡ് ആ ഡൗൺ മൂവ് നല്ലൊരു സ്ട്രോങ് ഫോൾ ആവാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. കാരണം നെഗറ്റീവാണ് കാര്യങ്ങളെല്ലാം തന്നെ. സോ അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു ആൻറ്റിസിപ്പേഷൻ എനിക്കുണ്ട് എന്നുള്ളതാണ്. എഗെയിൻ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും എൻ്റെ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. എഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത്. ആൻഡ് 23,990 ആണ് ആൻഡ് 23,500 ആണ്. സോ ഈ രണ്ട് റേഞ്ചിലാണ് ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത്. മിഡ് ക്യാപ് നിഫ്റ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും സെയിം സ്റ്റോറിയാണ്. അഗെയിൻ 12,725 എന്നുള്ള ലെവലാണ് ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. 780 എന്നുള്ള ലെവൽ കൂടിയാണ്. സോ ഈ രണ്ട് റേഞ്ചിന് നാളത്തേക്ക് വേണ്ടി ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. എഗെയിൻ HDFC ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആവാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. സോ ആസ് ഓഫ് നൗ 1720 എന്നുള്ള ലെവലാണ്. അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിനായിരിക്കും ഞാൻ ചാർട്ടിനെ വാച്ച് ചെയ്യാൻ പോകുന്നത്. എഗെയിൻ ICICI ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊന്ന് ട്രൈ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. ബട്ട് 1275 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽ ഇത് തന്നെയാണ്. ഈ ഒരു ലെവലിനെ തന്നെയാണ് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ എൻ്റെ വ്യൂ നെഗറ്റീവ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. എഗെയിൻ ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മളൊരു ബേസ് ആയിട്ട് എടുക്കേണ്ട ലെവൽ 1065 എന്നുള്ള ലെവലാണ്. 1065 താഴെ വന്നു കഴിഞ്ഞാൽ ഒരു 10 പോയിൻസിൻ്റെ ഒക്കെ മൂവ് അല്ലെങ്കിൽ ഒരു 5 to 10 പോയിൻസിൻ്റെ മൂവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ഇൻഫിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ബേസ് ആയിട്ട് ഈ ഒരു ലെവലിൽ തന്നെയാണ്. 1923 എന്നുള്ള ലെവലിനെ 1923 താഴെ വന്നാൽ ചെറിയ വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് TCSലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 4050 എന്നുള്ള ലെവലാണ്. 4050 എന്നുള്ള ലെവലാണ്. 4050യുടെ താഴെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു എൻ്റെ വ്യൂ ഉണ്ടാവും ഒരു ന്യൂട്രൽ സൈഡ് വേസ് നെഗറ്റീവ് എന്നുള്ള ലെവൽ തന്നെയായിരിക്കും. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ തന്നെയാണ് റിലയൻസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വാച്ച് ചെയ്യേണ്ട ലെവൽ 1236 എന്നുള്ള ലെവലാണ്. ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഡൗൺ സൈഡ് മൂവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലെവലിനെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. സോ അനാലിസും കാര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണാം. ബൈ.